ലൈവില് കുറച്ചു മുമ്പ് നമ്മുടെ ജിൻഡോയും പിന്നെ അർജുന്റെ അമ്മയും ചേച്ചിയൊക്കെ തമ്മിൽ നല്ല രസകരമായ ഒരു ഡിസ്കഷൻ ഉണ്ടായി. ജിൻഡോ ചേട്ടന്റെ സൂര്യ നമസ്കാരം കണ്ടായിരുന്നു, അത് ഞാനും അപ്സരയും ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അർജുൻ ചോദിക്കുന്നു. പിന്നെ കാണാതെ പിന്നെ സിഗരറ്റ് വെച്ചിട്ടുള്ള സൂര്യ നമസ്കാരമല്ല, ഞങ്ങളൊക്കെ അത് കണ്ടിട്ട് ചിരിയായിരുന്നു എന്ന് അർജുന്റെ ചേച്ചി പറയുന്നു. ഇവൻ ജാനുവിനെ ആക്ട് ചെയ്തതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജിൻഡോ ചോദിക്കുന്നു. അതൊക്കെ ചുമ്മാ അർജുൻ പൊളിച്ചടുക്കി. നീ ആര് എന്നൊക്കെ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു. അപ്സര മസിലൊക്കെ വെച്ചിട്ട് ഇരിക്കുമായിരുന്നു എന്ന് ജിൻഡോ പറയുന്നു. റൂം ലോക്ക് ചെയ്തപ്പോ ഞങ്ങളൊക്കെ മേക്കപ്പ് വാരി പൊത്തി ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ പറയുന്നുണ്ട്. പിന്നെ ഞാനും ശരണ്യയും കൂടെ ദണ്ടെടുത്തിട്ട് റൂം ലോക്ക് ആക്കാൻ പറഞ്ഞതൊക്കെ കണ്ടായിരുന്നു ക്യാമറയിൽ നോക്കി. ഞാൻ അന്ന് ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് അർജുനെ, ഗസ്റ്റുകൾ വരുന്നുണ്ടായിരിക്കും പവർ റൂം പീപ്പിൾസ് റൂം ആക്കിയത് കേട്ടോ. ഗസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് ഓർത്തിട്ട് അതായിരിക്കും ഇത് തുറന്നു കൊടുത്തത് ഈ ആഴ്ച തന്നെ. അപ്പൊ അർജുൻ അതിനെ ശരി വെക്കുന്നുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഞാനായിരുന്നു കഴിഞ്ഞ ആഴ്ചയെങ്കിൽ ഞാൻ കയറിയിട്ടാണ് പവർ റൂം പൂട്ടിയതെന്ന് പറഞ്ഞേനെ, അത് പറഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തേനെ. എന്റെ പവർ താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് ബിഗ് ബോസ് ലോക്ക് ആക്കിയതെന്ന് പറഞ്ഞേനെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ജിൻഡോ. നിങ്ങളെ ഞാൻ നാളെ വിടുവുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട് അർജുന്റെ അമ്മയോടും പിന്നെ ചേച്ചിയോടും. അങ്ങനെ പറഞ്ഞിട്ടാ ജിൻഡപ്പ വിട്ടത്, ഞങ്ങൾക്ക് അറിയില്ല, നാളെ നിൽക്കുമായിരിക്കും എന്ന് ചേച്ചി പറയുന്നു. അതുപോലെ ജിൻഡോ ഇന്ന് രാവിലത്തെ അർജുന്റെ കുസൃതിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോയും അർജുനും കൺഫെഷൻ റൂമിൽ പോയ കഥയൊക്കെ പറയുന്നുണ്ട്. ജിൻഡപ്പനെയും അർജുനും നല്ലപോലെ സംസാരിച്ചു കേട്ടോ എന്ന് അർജുന്റെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്സരയും ഋഷിയും വൻ അടിയായിരുന്നു എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട്. അതായിരുന്നു ജിൻഡോയും അർജുനും പിന്നെ അർജുന്റെ ചേച്ചിയും തമ്മിലുള്ള ഒരു ചർച്ച. ഒന്നുമില്ല, വീട്ടിലെ ഇൻസിഡൻസ് വെച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. രസകരമായ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഔട്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയായിരിക്കും അർജുനും ജിൻഡോയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് ഹോം ടൂർ എന്നും പറഞ്ഞിട്ട് അർജുൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് രണ്ടുപേരെയും. അതായിരുന്നു ജിൻഡോയും ഇവരും തമ്മിലുള്ള ഒരു ചർച്ച. ജിൻഡോ പുറത്തൊരു വലിയ സംഭവമാണെന്നുള്ളൊരു ഇമേജ് അകത്ത് എന്തായാലും പോയിട്ടുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 ഫാമിലീസ് വന്നതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. ഇനി ഗെയിം എങ്ങനെ മാറി മറിയും എന്ന് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഇനി കാണാം.